ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും കാർത്തീസ് PSC വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടന എന്ന വിഷയത്തിൽ PSC ചോദിച്ചിട്ടുള്ള മുൻകാല വർഷ ചോദ്യങ്ങളാണ്. PSC പഠനത്തിന്റെ ബേസ് എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ടോപ്പിക്സിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാക്സിമം കളക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡായ പ്രസ്താവന ക്വസ്റ്റ്യൻസിൽ പോലും പ്രസ്താവന വസ്തുതയായിട്ട് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ എന്തായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ്. സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? IPC 498 ആണ്. സ്ത്രീ സുരക്ഷാ നിയമത്തിൽ സ്ത്രീകളെ മാനസികവും ശാരീരികവുമായ പീഡനത്തിനെതിരെ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? IPC 498. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റിലാണ്. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരെല്ലാം ഉൾപ്പെടുന്നു? ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 7ാം ഭേദഗതിയിലാണ്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 7ാം ഭേദഗതി. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സ്ഥാപനം ലോക്പാലാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിരുന്ന സ്ഥാപനം ഏതാണ്? ലോക്പാലാണ്. ഇത് PSC ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിക്കണം ഇതൊക്കെ. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കേണ്ടത് ആര്? ലോക്സഭാ സ്പീക്കറാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ്. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ്. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 24. ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ബാലവേല നിരോധനത്തെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 24. മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അമേരിക്ക. മൗലികാവകാശങ്ങൾ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അമേരിക്ക. ഇന്ത്യയിൽ വളരെ കുറച്ചുകാലം പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ചരൺ സിംഗ് ആണ്. ഇന്ത്യയിൽ വളരെ കുറച്ചുകാലം പ്രധാനമന്ത്രിയായിരുന്നത് ആരാണ്? ചരൺ സിംഗ്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 12 പേരെ. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം? 12 പേരെ. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം? ജൂലൈയിലാണ്. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം എപ്പോഴാണ്? ജൂലൈ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണർ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയെയാണ്. ഒരു ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? രാജ്യസഭയെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1993 ഒക്ടോബർ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? കൻവർ സിംഗ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്?
തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 324 പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കൽ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മൗലികാവകാശങ്ങൾ. അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനം സെൻട്രൽ വിജിലൻസ് കമ്മീഷനാണ്. വർഷം ശ്രദ്ധിക്കണം എന്നാണ്. 1964 അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30. രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 30. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതിയാണ്. സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതി. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ്? താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51A. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51A. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏതു രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയത്തിൽ ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നതെന്ന് ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നതെന്നാണ് ഡിസംബർ 24. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? 5 തരം. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? 5 തരം. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? സമത്വത്തിനുള്ള അവകാശം. പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലികാവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? സമത്വത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് 1986 വന്നത്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് 1986. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ 24. ആസൂത്രണം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? കൺകറന്റ് ലിസ്റ്റിൽ. ആസൂത്രണം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? കൺകറന്റ് ലിസ്റ്റിൽ. രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? സ്ഥിരം സഭയാണ് രാജ്യസഭ. രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. പ്രധാനമന്ത്രിയാവാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 25 മുതൽ 28 വരെയാണ്. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിപ്പിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? 25 മുതൽ 28 വരെ. ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെ? ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രതലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് റിപ്പബ്ലിക്.
തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രതലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? റിപ്പബ്ലിക്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. PSC ഒരുപാട് വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണെന്ന്? ഫസൽ അലിയാണ്, ഓർത്തു വെക്കണം. ഭാരതരത്നം നേടിയ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ്. ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരാണ്? ഇന്ദിരാഗാന്ധി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കാർഷിക ദിനമായി ആചരിക്കുന്നത്? ചരൺ സിംഗിന്റെയാണ്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കാർഷിക ദിനമായി ആചരിക്കുന്നത്? ചരൺ സിംഗ്. വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം 2000-ലാണ്. വിവര സാങ്കേതിക നിയമമാണ്, വിവരാവകാശ നിയമമല്ല. വിവര സാങ്കേതിക നിയമം പാസാക്കിയ വർഷം 2000-ലാണ്. രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം നിർദ്ദേശക തത്വങ്ങളാണ്. രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാപരമായി പരിഹാരം കാണുവാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്ന് പറഞ്ഞതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയയാണ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? HJ കനിയ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞനാരാണ്? APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞനാരാണ്? APJ അബ്ദുൽ കലാം. ഉദയഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? KR നാരായണൻ. ഉദയഭൂമി ആരുടെ സമാധി സ്ഥലമാണ്? KR നാരായണൻ. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950-ലാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1950. ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1967 മുതലാണ്. ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? 1967 മുതൽ. ദേശീയ നിയമദിനം നവംബർ 26 ദേശീയ നിയമദിനം എന്നാണ് നവംബർ 26. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്തിന്റെ ഓർമ്മയ്ക്കായാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസം. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്തിന്റെ ഓർമ്മയ്ക്കായാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ പ്രതിപാദിച്ചിട്ടുള്ള ഭാഗം 4A ആണ്. ആർട്ടിക്കിൾ ആണെങ്കിലോ ആർട്ടിക്കിൾ 51A ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ പ്രതിപാദിച്ചിട്ടുള്ള ഭാഗം ഏതാണ്? ഭാഗം 4A. ആർട്ടിക്കിൾ ആണെങ്കിൽ 51A ആണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ തലവൻ ആരാണ്? ഗവർണറാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ തലവൻ ആരാണ്? ഗവർണർ. ഭരണഘടനയുടെ ആമുഖം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രിയാമ്പിൾ. ഭരണഘടനയുടെ ആമുഖം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പ്രിയാമ്പിൾ. രാജ്യസഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ രമാദേവിയാണ്. രാജ്യസഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ ആരാണ്? രമാദേവി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. വിവരാവകാശ നിയമത്തിനു കീഴിൽ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്ര രൂപയാണ്? 10 രൂപയാണ്. വിവരാവകാശ നിയമത്തിനു കീഴിൽ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യമായി ഭേദഗതി വരുത്തിയത്? 42-ാം ഭേദഗതിയിലൂടെയാണ്.
എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യമായി ഭേദഗതി വരുത്തിയത്? 42ാം ഭേദഗതി. ആർട്ടിക്കിൾ 253 കീഴിൽ ഇന്ത്യ ഗവൺമെന്റ് പരിസ്ഥിതി സംരക്ഷണ നിയമം നടപ്പിലാക്കിയ വർഷം 1986 ആർട്ടിക്കിൾ 253 കീഴിൽ, ആർട്ടിക്കിൾ ശ്രദ്ധിക്കണം, 253 കീഴിൽ ഇന്ത്യ ഗവൺമെന്റ് പരിസ്ഥിതി സംരക്ഷണ നിയമം നടപ്പിലാക്കിയ വർഷമെന്നാണ് 1986. സിക്കിം സംസ്ഥാനത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 35ഉം 36ആം ഭേദഗതിയിലൂടെയാണ്. സിക്കിം സംസ്ഥാനത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ്? 35ഉം 36ഉം. രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. നേരത്തെ നമ്മളത് പറഞ്ഞായിരുന്നു. രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കർ. രാഷ്ട്രപതിയുടെ പൊതുമാപ്പിനെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 72. രാഷ്ട്രപതിയുടെ പൊതുമാപ്പിനെ പറ്റി പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 72. ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് ഏതാണ്? ധനബില്ലാണ്. ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് ഏതാണ്? ധനബില്ല്. ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമം ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യയെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമം ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് പാസാക്കിയത് എന്നാണ്? 1986. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് പാസാക്കിയതെന്നാണ്? 1986. 2013 ഓഗസ്റ്റ് 20 ലോക്സഭ പാസാക്കിയ ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല്, ബിൽ നമ്പർ 109C 2003. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത് വേണമെങ്കിൽ പ്രസ്താവന രീതിയിലൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2013 ഓഗസ്റ്റ് 20 ലോക്സഭ പാസാക്കിയ ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല്, ബിൽ നമ്പർ 109C 2013. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളുടെ എണ്ണം 20 എണ്ണമാണ്. ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളുടെ എണ്ണം എത്രയാണ്? 20. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 19. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പരാമർശിക്കുന്നത്? ആർട്ടിക്കിൾ 19. ശാരദ ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈശവ വിവാഹം. ശാരദ ആക്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശൈശവ വിവാഹം. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം വിവരാവകാശ നിയമമാണ്. 2005 ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു സുപ്രധാന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 44. ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 44. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6 എണ്ണമാണ്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 എണ്ണം. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആര്? MN റോയി ആണ്. ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് രൂപം നൽകിയത് ആരാണ്? MN റോയി. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസവുപരമായുള്ള അവകാശം. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസവുപരമായ അവകാശം. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? 5 പേരാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്രയാണ്? 5 പേർ. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്ക്.
പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നതാര്? രാഷ്ട്രപതിയാണ്. പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നതാരാണ്? രാഷ്ട്രപതി. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8ാമത്തെ ഷെഡ്യൂളിലാണ്. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8ാമത്തെ. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതാര്? രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നതാരാണ്? രാഷ്ട്രപതി. ഇന്ത്യയിൽ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25. ഇന്ത്യയിൽ ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 25. രാജ്യസഭാ അംഗമാണെങ്കിലോ 30. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. രാജ്യസഭാ അംഗമാണെങ്കിൽ 30, ലോക്സഭാ അംഗമാണെങ്കിൽ 25. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റ് അധികാരം എന്നിവയ്ക്ക് നാം കടം കൊണ്ടിരിക്കുന്ന ഭരണഘടന അയർലൻഡിൻ്റെതാണ്. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടപ്പെട്ടിരിക്കുന്ന ഭരണഘടന ഏതാണ്? അയർലൻഡിൻ്റെതാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണെന്ന്. പഞ്ചശീല തത്വങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പോസ്കോ നിയമം നിലവിൽ വന്ന വർഷം 2012. പോസ്കോ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ് 2012. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര്? VP മേനോനാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആരാണ്? VP മേനോൻ. 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം ജുനഗഡ്. 1948 ഫെബ്രുവരിയിൽ നടന്ന ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ്? ജുനഗഡ്. ആ ജനഹിതയിൽ നിന്നും ജാ കിട്ടണം, അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് 1953. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സ്ഥലം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ കോടതി സ്ഥാപിതമായ സ്ഥലം ഏതാണ്? പശ്ചിമ ബംഗാൾ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? രാജസ്ഥാൻ. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? രാജസ്ഥാനാണ്. കസ്റ്റംസ് തീരുവ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? യൂണിയൻ ലിസ്റ്റിൽ. കസ്റ്റംസ് തീരുവ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റിൽ. ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25. ദേശീയ സമ്മതിദാന ദിനം എന്നാണ് ജനുവരി 25. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ 12. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഏതാണ്? സേവനാവകാശ നിയമം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. VP മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാട്ടുരാജ്യ സംയോജനം. VP മേനോൻ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാട്ടുരാജ്യ സംയോജനം. പഞ്ചായത്തി രാജിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്തി രാജിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ്? ബൽവന്ത് റായ് മേത്ത. വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ
പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി 48 മണിക്കൂറാണ്. വിവരാവകാശ നിയമപ്രകാരം വ്യക്തിയെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങൾ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥൻ നൽകേണ്ട സമയപരിധി എത്രയാണ്? 48 മണിക്കൂറാണ്. ഭരണഘടനയുടെ ആമുഖത്തിന് ഏത് രാജ്യത്താണ് ഇന്ത്യ മാതൃകയാക്കിയിട്ടുള്ളത്? അമേരിക്ക. ഭരണഘടനയുടെ ആമുഖത്തിന് ഇന്ത്യ ഏത് രാജ്യത്തെയാണ് മാതൃകയാക്കിയിട്ടുള്ളത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതെന്നാണ്? 1946. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാരാണ്? രാഷ്ട്രപതി. ഒരു ബിൽ പാസ്സാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? 3 തവണ. ഒരു ബിൽ പാസ്സാക്കുന്നതിന് പാർലമെന്റിന്റെ ഓരോ സഭയിലും എത്ര പ്രാവശ്യം വായിക്കണം? 3 തവണ. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വെക്കുന്നത് എന്ത്? വാടക ഗർഭധാരണ നിയന്ത്രണം. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച സറോഗസി റെഗുലേഷൻ ബിൽ 2016 ലക്ഷ്യം വെക്കുന്നത് എന്താണ്? വാടക ഗർഭധാരണ നിയന്ത്രണം. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്ത. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ലോകായുക്ത. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം മൗലിക കടമകൾ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം ഏതാണ്? മൗലിക കടമകൾ. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനുമേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥനുമേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? 32-ാം അനുച്ഛേദം. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 32-ാം അനുച്ഛേദം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാര്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലികാവകാശത്തെയാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് മൗലികാവകാശത്തെയാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർട്ടിക്കിൾ 368 പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരത്തിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നറിയപ്പെടുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആമുഖം. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിൽ. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1928. സ്വാതന്ത്ര്യ സമരം ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം എന്നാണ്? 1928. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? 2013. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതാര്? രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതാരാണ്? രാഷ്ട്രപതി. അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ S രാധാകൃഷ്ണന്റെ. അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്?
ലാൽ ബഹദൂർ ശാസ്ത്രി. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് സുപ്രീം കോടതിയിലാണ്. ഭരണഘടന അനുവദിച്ചിട്ടുള്ള മൗലികാവകാശങ്ങളുടെ സംരക്ഷണ ചുമതല നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലെയാണ്? സുപ്രീം കോടതിയിലാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? മജിസ്ട്രേറ്റ് കോടതി. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ CAG ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ് CAG. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നതെന്നാണ് 1976. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിലാണ്? നിർദ്ദേശക തത്വങ്ങളിൽ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് 2010. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെ ഭാഗം പ്രതിപാദിക്കുന്നത് എന്തിനെ പറ്റിയാണ്? പൗരത്വത്തെ പറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 വരെയുള്ള ഭാഗം പ്രതിപാദിക്കുന്നത് എന്തിനെ പറ്റിയാണ്? പൗരത്വം. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിലുള്ളത്? 11. എത്ര മൗലിക കടമകളാണ് ഇപ്പോൾ ഭരണഘടനയിലുള്ളത്? 11. പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് വിവരിച്ചിരിക്കുന്നത്? 51A. പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് വിവരിക്കുന്നത്? 51A. ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആര്? VV ഗിരിയാണ്. ഇന്ത്യയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? VV ഗിരി. പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആര്? പ്രധാനമന്ത്രിയാണ്. പാർലമെന്റിൽ വിശ്വാസ പ്രമേയമാണ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലാണ്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത പ്രതിഭ പാട്ടീൽ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആരാണ്? പ്രതിഭ പാട്ടീൽ. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീബി. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ജസ്റ്റിസ് ഫാത്തിമ ബീബി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992 നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എന്നാണ് 1992. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി എന്നാണ് 1949 നവംബർ 26. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു ആണ്. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജിനെയാണ്. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജിയെയാണ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിന്. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ പൊതു സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. പോസ്കോ നിയമത്തിന്റെ ഉദ്ദേശം കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ. പോസ്കോ നിയമത്തിന്റെ ഉദ്ദേശം എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയൽ. 2003 81 ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്ത്? പട്ടികവർഗക്കാർക്കു വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു.
2003 89 ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്താണ്? പട്ടികവർഗക്കാർക്കു വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർ ഐവർ ജെന്നിങ്സ് ആണ്. ഇന്ത്യൻ ഭരണഘടനയെ ലോയേഴ്സ് പാരഡൈസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർ ഐവർ ജെന്നിങ്സ്. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഗവർണറാണ്. സംസ്ഥാന മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഗവർണർ. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 61 ആണ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 61. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഫസ്റ്റ് പാർട്ടിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. 2000 മുതൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. സോ നന്നായിട്ട് പഠിക്കണം. എൻ്റെ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്